നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനം കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ബ്രഹ്മദേവൻ ജലന്ധരന്റെ ഭാവി പ്രവചിക്കുന്നു. 39-ാം ദിനത്തിൽ കേൾക്കുക. ദേവകൾ പോയി കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മി വിഷ്ണുദേവനോട് ചോദിച്ചു, ജലന്ധരനുമായി യുദ്ധം ചെയ്യുവാനാണോ അവിടുത്തെ തീരുമാനം? ദേവി, താമസിക്കാതെ ഞാനും ജലന്ധരനുമായി ഒരു യുദ്ധം തന്നെ നടക്കും. അത് പ്രകൃതി നിയമമാണ്. ആ ജലന്ധരൻ അമിതമായി ദേവകളെയെല്ലാം ഉപദ്രവിക്കുന്നു. അതിനൊരു വിരാമം അത്യാവശ്യമാണ്. ലക്ഷ്മി ദേവി പറഞ്ഞു, പ്രഭോ, ജലന്ധരൻ എൻ്റെ സഹോദരനല്ലേ? അവനെ അങ്ങ് വധിക്കുക എന്നത് എനിക്ക് അതീവ ദുഃഖമുളവാക്കുന്നതാണ്. പാലാഴി മദനകാലത്ത് സമുദ്രത്തിൽ നിന്നും ഉത്ഭൂതയായ മഹാലക്ഷ്മിയെയാണ് വിഷ്ണു ഭഗവാൻ തൻ്റെ ധർമ്മപത്നിയായി സ്വീകരിച്ചത്, ജീവിതം ധന്യമാക്കിയത്. ജലന്ധരനും സമുദ്രത്തിൽ നിന്നും ഉണ്ടായതാണല്ലോ. അപ്പോൾ രണ്ടുപേരും സാഗര സുതരാണ്. അതാണ് ദേവി പറഞ്ഞത്, അവൻ എൻ്റെ സഹോദരനാണെന്ന്. ആ സഹോദര സ്നേഹം ഓർത്താണ് ദേവി അവനെ കൊല്ലരുത് എന്ന് ഭഗവാനോട് അപേക്ഷിച്ചത്. വിഷ്ണുദേവൻ, ഞാൻ അവനെ വധിക്കുന്നില്ല. അതിന് ഒരു മഹാശക്തി പിറന്നു കഴിഞ്ഞു. എന്നാൽ അവൻ്റെ അതിക്രമങ്ങൾക്കും ഒരു പ്രതിവിധി കാണേണ്ടത് ഇപ്പോഴത്തെ അത്യാവശ്യമാണ്. ദേവകളെ എല്ലാം അലയാൻ വിടുന്നത് കഷ്ടമല്ലേ? അവരെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയല്ലേ? ദേവി, എനിക്ക് വേണ്ട ശക്തി അവിടുന്ന് പകർന്നു തന്നാലും കാലം വേണ്ടത് ചെയ്തുകൊള്ളൂ. ദേവകളെയെല്ലാം വൈകുണ്ഠത്തിലേക്ക് പലായനം ചെയ്ത് ജലന്ധരൻ അറിഞ്ഞു. അവൻ ഗുരുവായ ശുക്രാചാര്യോട് ആരാഞ്ഞു, ആരാണ് വിഷ്ണു? അവൻ എങ്ങനെയുള്ളവനാണ്? ശുക്രാചാര്യൻ, വത്സ, ആ വിഷ്ണു മഹാസൂത്രശാലിയും ചതിയനും കുതന്ത്രങ്ങളിൽ രാജാവുമാണ്. അവനെ ഒരിക്കലും അസുരന്മാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ദേവകളെ രക്ഷിക്കാൻ അവൻ എന്തും ചെയ്യും. ചതിയും വഞ്ചനയും എന്ന് വേണ്ട പാപകർമ്മം പോലും ചെയ്യും. പാലാഴി മദനകാലത്ത് കിട്ടിയ രത്നങ്ങളും വൈരങ്ങളുമെല്ലാം അവൻ തട്ടിയെടുത്ത് ദേവകൾക്ക് കൊടുത്തില്ലേ? അമൃതിൽ നിന്നും ഒരു തുള്ളി പോലും അസുരന്മാർക്ക് ഭുജിക്കാൻ കൊടുത്തില്ല. അവൻ്റെ ചെയ്തികളെക്കുറിച്ച് വിവരിക്കാതിരിക്കുകയാണ് നല്ലത്. ജന്മനാ ശുക്രാചാര്യർ ശത്രുവായ വിഷ്ണുദേവനെ പറ്റി കഴിവിൻ്റെ പരമാവധി തരം കെടുത്തുകയായിരുന്നു. ശുക്രാചാര്യരിൽ നിന്നുള്ള വിവരങ്ങൾ ശ്രവിച്ചപ്പോൾ ജലന്ധരന് അതിയായ കോപവും അടക്കിയാൽ അടങ്ങാത്ത പകയും വിദ്വേഷവും ഉണ്ടായി. ഞാൻ ആരെന്ന് ആ വിഷ്ണുവിന് അറിയില്ല. നമസ്കാരം. തുടർന്ന് കേൾക്കുക.